ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി കേൾക്കാഞ്ഞതിന്റെ അരിശവും സങ്കടവും ഒക്കെ തീർക്കുകയാണ് എം.എ. ബേബി. ഇസ്രയേലിനോട് ഡിജിറ്റൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു എം.എ. ബേബി. ഡിജിറ്റൽ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി ദിവസവും രാത്രി അരമണിക്കൂർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പാലസ്തീനികളെ ഓർക്കാനാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. പ്രാദേശിക സമയം രാത്രി 9 മുതൽ 9:30 വരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിടാനാണ് എം.എ. ബേബി പറഞ്ഞിരിക്കുന്നത്. സൈലൻസ് ഫോർ ഗാസ എന്നാണ് ഡിജിറ്റൽ പ്രക്ഷോഭത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര്. മൊബൈൽ ഫോണുകൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് ശക്തമായ ഡിജിറ്റൽ സമരമാണ്. ഇസ്രയേലിന്റെ വംശഹത്യയ്ക്കും വർണ്ണവിവേചനത്തിനും ധനസഹായം നൽകുന്ന മുതലാളിത്തത്തിന് എതിരായ ഒരു പ്രക്ഷോഭമാണിത്. ഈ സമയത്ത് മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്യുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ്, ലൈക്ക്, കമന്റ് എന്നിവ ഒഴിവാക്കുക. എം.എ. ബേബി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. പോസ്റ്റിന് താഴെ ഒരുപാട് പേർ കമന്റുമായി എത്തിയിട്ടുണ്ട്. പോരസഖാവെ, ജൂതന്മാരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണം. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ പിണറായി വിജയനോട് എത്രയും വേഗം തിരിച്ചു വന്ന് ആരോഗ്യരംഗത്ത് 1-ാം സ്ഥാനത്തുള്ള കേരളത്തിൽ ചികിത്സ തേടാൻ പറയണം. പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മുഖ്യൻ കേൾക്കും എന്നതാണ് വൈവിധ്യമാർന്ന കമന്റിൽ ശ്രദ്ധേയമായ ഒന്ന്. ശരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയുമ്പോൾ ഇവരാരും ഓർക്കുന്നില്ല. ഇവരുടെ ആൾക്കാർ തന്നെ മുതലാളിത്തത്തിന് വേണ്ടി കേഴുന്ന ഒരു കേരളമാണിത്. ഇതൊന്നും ഓർക്കാതെയാണോ ഇത്തരക്കാർ ഇങ്ങനെയുള്ള കമന്റ് ചെയ്തത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തുന്നത് എന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. നെതന്യാഹുവിനെയും ട്രംപിനെയും ബേബിക്ക് കണ്ണിൽ കണ്ടാൽ പിടിക്കില്ല എന്നുള്ള നേരത്തെ പലതവണ പല പ്രസ്താവനകളിലൂടെ അദ്ദേഹം തെളിയിച്ചതാണ്. അവർ ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്നവരാണ് എന്നാണ് വിമർശിച്ച് CPM ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നത്. ഇസ്രയേൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലോക ഗുണ്ടയാണ്. ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന്റെ അമ്മാവനാണ്. ഇരുവരും യുദ്ധത്തെ ബിസിനസ്സായാണ് കൊണ്ടു നടക്കുന്നത് എന്ന് എം.എ. ബേബി കുറ്റപ്പെടുത്തിയിരുന്നു. പലസ്തീൻ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രയേൽ എന്ന് എം.എ. ബേബി പറഞ്ഞിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ ഇസ്രയേൽ ലംഘിച്ചു. പലസ്തീൻ പ്രദേശം ഇല്ലാതാക്കാനുള്ള ഇസ്രയേൽ ശ്രമം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇസ്രയേൽ നടത്തുന്നത് ലോക ഭീകരവാദ പ്രവർത്തനം എന്നാണ് എം.എ. ബേബിയുടെ വാദം. ഇസ്രയേലുമായുള്ള എല്ലാ സൈനിക ബന്ധവും അവസാനിപ്പിക്കണം എന്ന് എം.എ. ബേബി ആഹ്വാനം ചെയ്തിരുന്നു. കാശ്മീരിൽ ചെന്ന് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം CPM ഉയർത്തി. അതും എം.എ. ബേബിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒന്നേ ഉള്ളൂ, ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കണം. ഇറാനായാലും പാലസ്തീനായാലും ആ ചിന്തയിൽ മാറ്റമില്ല. പാലസ്തീൻ ഐക്യദാർഢ്യതാലിയും പയറ്റി നോക്കിയതാണ് ഈ വിദ്വാൻ. പഹൽഗാമിൽ നിരപരാധികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവും പ്രകോപനമില്ലാതെ ഇറാനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണവും തമ്മിൽ വ്യത്യാസമില്ല. ഇസ്രയേലിന്റെ ക്രൂരമായ കടന്നാക്രമണത്തോട് മോദി സർക്കാർ മൗനം പുലർത്തുന്നുവെന്നും ജന്തർ മന്ദറിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ എം.എ. ബേബി കുറ്റപ്പെടുത്തിയിരുന്നു. ഹൈദരാബാദിൽ അദാനി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന ഡ്രോണുകളാണ് പലസ്തീനും ഇറാനും നിരപരാധികൾക്കെതിരായി ഇസ്രയേൽ പ്രയോഗിക്കുന്നത്. ഇസ്രയേലിനുള്ള ഇത്തരം സൈനിക ആയുധ വിതരണം കേന്ദ്ര സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണം. പലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ അടിസ്ഥാനമായി കണ്ടിരുന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഇപ്പോൾ ഇല്ലാതാവുകയാണ്. ഇങ്ങനെ നിരവധി വാദങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അരമണിക്കൂർ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഡിജിറ്റൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് എത്ര പേർ കേൾക്കും? അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ പലസ്തീനെ അനുകൂലിക്കുന്നവർ അത് കേൾക്കുമായിരിക്കും. എന്തായാലും ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലൊന്നും നെതന്യാഹുവിനെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നെതന്യാഹുവിന്റെ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്മാറ്റിക്കാനോ ഒന്നും സാധിക്കുകയില്ല. പക്ഷേ ഇതൊക്കെ പറയുന്നവർ അന്തസ്സായി ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ സേവനങ്ങളൊന്നും തങ്ങൾ എടുക്കുകയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട എന്നുകൂടി ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇത്തരം ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ അതും കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നാണക്കേടാണ് സഖാവെ. ന്യൂസ് ഡെസ്ക് കർമ്മ.